Today Jesus says ഇന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, that you are mine. നീ എന്റേതാകുന്നു. He says you are mine. യേശു പറയുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. Yes, he calls you his own, my അതെ, friends. യേശു നിങ്ങളെ തന്റെ സ്വന്തം എന്ന് വിളിക്കുന്നു. This is the word he told me. യേശു എന്നോട് പറഞ്ഞ വാക്കുകളാണിത്. This child is mine. ഈ കുഞ്ഞ് എന്റേതാകുന്നു. I will fight for my child. ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി പോരാടും. I have called my child. ഞാൻ എന്റെ കുഞ്ഞിനെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. I will keep and draw my child to myself. ഞാൻ എന്റെ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കും, എന്നിലേക്ക് ആകർഷിക്കും. Jesus has come to see you. യേശുക്രിസ്തു നിങ്ങളെ കാണുവാൻ വന്നിരിക്കുന്നു. He has come to receive you, യേശു നിങ്ങളെ സ്വീകരിക്കുവാൻ വന്നിരിക്കുന്നു. to take you to be with him always. എപ്പോഴും തന്നോടൊപ്പം ആയിരിക്കുന്നതിനു വേണ്ടി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ. Isaiah 43:1 says, യെശയ്യാവ് 43:1 പറയുന്നു, God says, fear not, I have redeemed you. ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. I have called you by your name. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. You are mine. നീ എനിക്കുള്ളവൻ തന്നെ. You belong to Jesus. നിങ്ങൾ യേശുവിന് സ്വന്തമായവരാണ്. And he's collecting you for himself. യേശു തനിക്ക് വേണ്ടി നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. He's come to personally receive you for himself. നിങ്ങളെ സ്വീകരിക്കുവാൻ വ്യക്തിപരമായി യേശു നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നു. So much love. അത്യധികമായ സ്നേഹത്തോടെ. So much love he has for you. യേശുവിന് നിങ്ങളോട് അത്യധികമായ സ്നേഹമുണ്ട്. He calls you by your name personally. യേശു നിങ്ങളെ വ്യക്തിപരമായി പേർ ചൊല്ലി വിളിക്കുന്നു. Redeems you by his power. തന്റെ ശക്തിയാൽ നിങ്ങളെ വീണ്ടെടുക്കുന്നു. From all that is holding you back. നിങ്ങളെ പിന്നിലേക്ക് പിടിച്ചു വെക്കുന്ന സകലതിൽ നിന്നും. And he draws you to be his children. തന്റെ മക്കളായി തീരുവാൻ യേശു നിങ്ങളെ ഓരോരുത്തരെയും തന്നോട് വലിച്ചടുപ്പിക്കുന്നു. You are mine. നീ എന്റേതാകുന്നു. You are mine. നീ എനിക്കുള്ളവൻ തന്നെ. He will be your father. യേശു നിങ്ങൾക്ക് പിതാവായിരിക്കും. Walking so close to you to help you. നിങ്ങളെ സഹായിക്കുവാൻ യേശു നിങ്ങളുടെ അരികിൽ നടക്കുന്നു. Making you his children. നിങ്ങളെ ഓരോരുത്തരെയും തന്റെ മക്കളാക്കിക്കൊണ്ട്. Are you saying, I have nobody to walk with me? എന്നോടൊപ്പം നടക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ല എന്ന് നിങ്ങൾ പറയുകയാണോ? The person whom I loved so much or trusted so much has deserted me. ഞാൻ അത്യധികം വിശ്വസിച്ച, അത്യധികം സ്നേഹിച്ച വ്യക്തി പോലും എന്നെ കൈവിട്ടു, എന്നെ തള്ളിക്കളഞ്ഞു. There will be someone who will always be yours. എന്നാൽ നിങ്ങൾക്ക് സ്വന്തമായി എപ്പോഴും ഒരാൾ ഉണ്ടായിരിക്കും. So that you are never alone. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഏകരായി തീരുകയില്ല. Romans 8:38 and 39 says, റോമർ 8:38-39 വ്യക്തമായി നമ്മോട് പറയുന്നു. For I am persuaded that neither death nor life nor angels nor principalities nor powers nor anything present nor things to come nor height nor depth nor any creature shall be able to separate us from the love of God which is in Christ Jesus our Lord. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. Nothing will be able to separate you from his love. യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് യാതൊന്നിനും നിങ്ങളെ വേർപിരിപ്പാൻ കഴിയുകയില്ല. He says, you are mine. യേശു പറയുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. As you belong to Jesus, നിങ്ങൾ യേശുവിനെ സ്വന്തമായവരായി തീരുമ്പോൾ, let me tell you that you do not belong to hurt and pain. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, പിന്നീട് നിങ്ങൾ വേദനകൾക്കോ അതുപോലെ തന്നെ വിഷമങ്ങൾക്കോ സ്വന്തമായവരല്ല. നിങ്ങൾ സങ്കടങ്ങൾക്ക് സ്വന്തമായവരല്ല. Hurt comes to us because we are abandoned by the people of this world. ഈ ലോകത്തിലെ ജനങ്ങൾ നമ്മെ തള്ളിക്കളയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വേദന ഉരുവാകുന്നത്. By hearing bad things about us and hurtful things about us. നമ്മെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, നമ്മെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കുന്നു. Hurt comes from being betrayed by people. ജനങ്ങളാൽ വഞ്ചിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം അത്യധികം വേദനിക്കുന്നു. People so close to us. നമുക്ക് വളരെ അടുത്ത ജനങ്ങൾ, People whom we trust so much. നമ്മൾ അത്യധികം വിശ്വസിച്ച ജനങ്ങൾ,
we get betrayed and hurt. അവർ നമ്മെ വഞ്ചിക്കുമ്പോൾ നമ്മൾ വേദനിക്കുന്നു. Hurt comes when we fail in our efforts. നമ്മൾ നമ്മുടെ പ്രയത്നങ്ങളിൽ പരാജയപ്പെടുന്നതിലൂടെ നമുക്ക് വേദന ഉണ്ടാകുന്നു. Our heart is broken. നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നു. Hurt comes from the guilt of a sinful life. പാപജീവിതം നയിച്ചത് നിമിത്തമുണ്ടാകുന്ന കുറ്റബോധത്താൽ വേദന ഉണ്ടാകുന്നു. Hurt comes from being a weak person, a sickly person. നമ്മൾ ഒരു രോഗിയായി തീരുമ്പോൾ, ഒരു ബലഹീനനായി തീരുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകുന്നു. When such hurt comes, അതുപോലെയുള്ള വേദനകൾ നമ്മെ തേടി we വരുമ്പോൾ become influenced by that hurt and pain in our heart. നമ്മുടെ ഹൃദയത്തിലെ ആ കഠിന വ്യതയാലും അതുപോലെ തന്നെ വേദനയാലും നാം സ്വാധീനിക്കപ്പെടുന്നു. It starts to affect our thinking, അത് നമ്മുടെ ചിന്താശക്തിയെ ബാധിക്കുവാൻ ആരംഭിക്കുന്നു. starts to change our character. അത് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുവാൻ തുടങ്ങുന്നു. Slowly we start to become angry with people. സാവധാനത്തിൽ നമ്മൾ ജനങ്ങളോട് കോപിക്കുന്നവരായി മാറുന്നു. Anger projects out of us. നമ്മിൽ നിന്ന് കോപം പുറത്തേക്ക് വരുന്നു. Slowly we start to become afraid of things. സാവധാനത്തിൽ പല കാര്യങ്ങളെയും നമ്മൾ ഭയപ്പെടുവാൻ ആരംഭിക്കുന്നു. Slowly we start to hide ourselves from all that we have to do. സാവധാനത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട സകല കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഓടി ഒളിക്കുവാൻ തുടങ്ങുന്നു. Hurt makes us a different person. വേദന നമ്മെ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നു. We start belonging to hurt. നമ്മൾ വേദനയ്ക്ക് സ്വന്തമായവരായി തീരുവാൻ തുടങ്ങുന്നു. The wounds grow within us. നമ്മുടെ ഉള്ളിലെ മുറിവുകൾ ദിനം പ്രതി വലുതാകുന്നു. Changes us. അത് നമ്മെ പൂർണ്ണമായി മാറ്റുന്നു. 2 Corinthians 7:10 says, 2 കൊരിന്ത്യർ 7:10 പറയുന്നു, worldly sorrow brings death. ലോകത്തിന്റെ ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. If you allow the sorrow of the world to grow within you, ലോകത്തിന്റെ ദുഃഖം നിങ്ങളിൽ വളരുവാൻ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ death starts to cling on to you. മരണം നിങ്ങളോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ തുടങ്ങും. Your heart starts to die. നിങ്ങളുടെ ഹൃദയം മരിക്കുവാൻ ആരംഭിക്കും. Your belief starts to die. നിങ്ങളുടെ വിശ്വാസം മരിക്കുവാൻ തുടങ്ങും. Confidence starts to die ആത്മവിശ്വാസം നിർജീവമായി തീരുവാൻ തുടങ്ങും. and turn into a path of death. നിങ്ങൾ മരണത്തിന്റെ വഴിയിലേക്ക് തിരിയും. There was a girl who loved her father so much, തന്റെ പിതാവിനെ അത്യധികം സ്നേഹിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. and she always used to hang around his neck, അവൾ എപ്പോഴും അദ്ദേഹത്തിന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാറുണ്ട്. always sitting in his lap. അവൾ എപ്പോഴും അദ്ദേഹത്തിന്റെ മടിയിൽ ഇരിക്കും. When her father used to come home from work, she used to be so happy running to him. ജോലി കഴിഞ്ഞ് പിതാവ് വീട്ടിലേക്ക് വരുമ്പോൾ അവൾ സന്തോഷത്തോടെ പിതാവിന്റെ അരികിലേക്ക് ഓടിച്ചെല്ലും. Her father used to play with her every day when he returns from work. ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം എന്നും അവളുടെ പിതാവ് അവളോടൊപ്പം കളിക്കാറുണ്ട്. She admired him so much. അവൾ തന്റെ പിതാവിനെ അത്യധികം ആരാധിച്ചു. She wanted to be like him. അവൾ അദ്ദേഹത്തെ പോലെ ആയിത്തീരുവാൻ ആഗ്രഹിച്ചു. And she also used to get top marks in her class അവൾക്ക് തന്റെ ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന മാർക്കും ലഭിക്കാറുണ്ടായിരുന്നു. to make her father proud of her. തന്റെ പിതാവ് തന്നെക്കുറിച്ച് അഭിമാനിക്കുന്നതിന് വേണ്ടി അവൾ ഉയർന്ന മാർക്ക് She വാങ്ങി. loved her father so much. അവൾ തന്റെ പിതാവിനെ അത്യധികം സ്നേഹിച്ചു. But one day, എന്നാൽ ഒരു ദിവസം suddenly, her father became so sick and died. പെട്ടെന്ന് അവളുടെ പിതാവ് രോഗബാധിതനായി തീർന്നു. പിന്നീട് അദ്ദേഹം മരിച്ചു. She couldn't believe it. അവൾക്കത് വിശ്വസിക്കുവാൻ പോലും കഴിഞ്ഞില്ല. Her heart was broken അവളുടെ ഹൃദയം ആകെ തകർന്നുപോയി. and she didn't say a word. പിന്നീട് അവൾ ഒരു വാക്ക് പോലും മിണ്ടിയില്ല. From that moment, ആ നിമിഷം മുതൽ she stopped talking to anyone. അവൾ എല്ലാവരോടും സംസാരിക്കുന്നത് നിർത്തിക്കളഞ്ഞു. From that day, she lost all the joy of her life. ആ ദിവസം മുതൽ തന്റെ ജീവിതത്തിന്റെ സന്തോഷമെല്ലാം അവൾക്ക് നഷ്ടപ്പെട്ടു. She used to be a smiling person, അവൾ എപ്പോഴും പുഞ്ചിരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. but all her smile was gone. എന്നാൽ അവളുടെ പുഞ്ചിരിയെല്ലാം അവളെ വിട്ട് അകന്നുപോയി. All her emotions were gone. അവളുടെ സകല വികാരങ്ങളും അവളെ വിട്ടുപോയി. And she lost all her motivation to do well in life. ജീവിതത്തിൽ നല്ല നിലയിൽ എത്തണമെന്ന ദൃഢമായ ആഗ്രഹം അവളെ വിട്ടുപോയി. All her marks started dropping. അവൾക്ക് ലഭിച്ചിരുന്ന മാർക്കുകളെല്ലാം കുറയുവാൻ തുടങ്ങി. Her motivation to be a good person had gone. നല്ലൊരു വ്യക്തിയായി തീരണമെന്ന ആഗ്രഹം അവളെ വിട്ടുപോയി. She was broken. അവൾ ആകെ തകർന്നുപോയി. Yes, my friends. അതെ സ്നേഹിതന്മാരെ, These hurts and pains cause deep wounds in our heart. ഈ കഠിന വ്യതകളും വേദനകളും നിമിത്തം നമ്മുടെ ഹൃദയത്തിൽ ആഴമേറിയ മുറിവുകൾ ഉണ്ടാകുന്നു. And they change us into a different person.
അവ നമ്മെ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നു. It makes us stop and give up in അത് life, ജീവിതത്തിൽ നമ്മെ തകർത്ത് കളയുന്നു, നല്ല നിലയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തെ തടുത്തു നിർത്തുന്നു. saying, why should I continue? ഞാൻ ഇനിയും എന്തിനിങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ ചോദിക്കുന്നു. I am not loved. ഇനി എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല. I cannot go forward and do it anymore. എനിക്കിനി മുന്നോട്ട് പോകുവാനോ ആരെയും സ്നേഹിക്കുവാനോ I കഴിയില്ല. have failed. ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. I have lost all the love. എനിക്കെന്റെ സ്നേഹമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. I am a sinner. ഞാൻ ഒരു പാപിയാണ്. I am a sinner. ഞാനൊരു പാപിയാണ്. It makes us hide. അത് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. It causes deep wounds within us. നമ്മുടെ ഹൃദയത്തിൽ ആഴമേറിയ മുറിവുകൾ ഉണ്ടാക്കുന്നു. Jesus knows this. യേശു ഇതെല്ലാം നല്ലവണ്ണം അറിയുന്നു. How much hurt can cause pain in our heart. കഠിന വ്യത നിമിത്തം നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം മുറിവുകൾ ഉണ്ടാകുമെന്ന് യേശു അറിയുന്നു. That's why he suffered. അതുകൊണ്ടാണ് യേശു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത്. He suffered on the cross. യേശു ക്രൂശിൽ കഷ്ടങ്ങൾ സഹിച്ചു. As they nailed his hand, nailed his feet to the cross. അവർ യേശുവിന്റെ കൈകാലുകളിൽ കാരിരും ബാണികൾ അടിച്ച് യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ That caused wounds in his hand. അത് നിമിത്തം യേശുവിന്റെ കൈകളിൽ മുറിവുകൾ ഉണ്ടായി. Wound in his feet. യേശുവിന്റെ കാലുകളിൽ മുറിവുകൾ ഉണ്ടായി. And still to this day, even though he rose from the death, he still has those wounds on his body. യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെങ്കിലും ഇന്നും യേശുവിന്റെ കൈകാലുകളിൽ ആ ആണിപ്പാടുള്ള മുറിവുകൾ ഉണ്ട്. To show that he cares for you. യേശു നിങ്ങൾക്കായി കരുതുന്നു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനെ. And he has gone through agony for you. യേശു നിങ്ങൾക്ക് വേണ്ടി കഠിന വ്യതയിലൂടെ കടന്നുപോയി. The Bible says, വേദപുസ്തകം പറയുന്നു, by his wounds യേശുവിന്റെ അടിപ്പിണരുകളാൽ we are healed. നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. We are healed. നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. You don't need to belong to this place of hurt anymore. നിങ്ങൾ ഇനി ഈ വേദനയ്ക്ക്, ഈ കഠിന വ്യതയ്ക്ക് സ്വന്തമായവരല്ല. Your life need not be finished anymore. നിങ്ങളുടെ ജീവിതം അവസാനിച്ചിട്ടില്ല, ഇനിയും നിങ്ങൾക്ക് ജീവിക്കാനുണ്ട്. You need not go into this path of death anymore. ഇനി ഈ മരണത്തിന്റെ വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതില്ല. Because you have a hope of a life in Jesus. കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് യേശുവിൽ പ്രത്യാശയുണ്ട്. As by his wounds you can receive healing. യേശുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാം. The Bible says he is close to the brokenhearted. വേദപുസ്തകം പറയുന്നു, യേശു മനം തകർന്നവർക്ക് സമീപസ്ഥനാകുന്നു. And he is close to the crushed in spirit. ഹൃദയം നുറുങ്ങിയവർക്ക് യേശു സമീപസ്ഥനാകുന്നു. Are you saying, Lord, I have been crushed in my spirit? കർത്താവേ, എന്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയാണോ? Can't get up anymore. കർത്താവേ, എനിക്കിനി എഴുന്നേൽക്കുവാൻ സാധിക്കില്ല. So much physical pain is coming from the wound in my heart. എന്റെ ഹൃദയത്തിലെ മുറിവിൽ നിന്ന് എനിക്ക് അത്യധികമായ ശാരീരിക വേദന ഉണ്ടാകുന്നു. I am not able to continue anymore. കർത്താവേ, ഇനി എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. God says in Isaiah 43:18, യെശയ്യാവ് 43:18 വാക്യത്തിൽ സർവശക്തനായ ദൈവം പറയുന്നു, forget the former things. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. Do not dwell in the past, my child. എന്റെ കുഞ്ഞെ, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. See, I am doing a new thing in your life. ഇതാ, ഞാൻ നിന്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുന്നു. I am doing a new thing in your life. ഞാൻ നിന്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുന്നു. You are mine. നീ എനിക്കുള്ളവൻ തന്നെ. I will not allow you to belong to hurt and pain anymore. നീ ഇനി വേദനയ്ക്കും കഠിന വ്യതയ്ക്കും സ്വന്തമായവനല്ല, നീ എനിക്കുള്ളവനാണ്. He is here to release us from this pain. ഈ വേദനയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കർത്താവ് ഇവിടെയുണ്ട്. To raise us so that he can do a new thing in us. ഉയർത്തുവാൻ കർത്താവ് ഇവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുവാൻ കർത്താവിന് A കഴിയും. new healing is coming into us. ഒരു പുതിയ രോഗസൗഖ്യം നമ്മെ തേടി വരികയാണ്. Are you giving up your job? നിങ്ങൾ ജോലി ഉപേക്ഷിക്കുകയാണോ? Are you giving up your business because it is not yielding any fruit anymore? ബിസിനസ്സിൽ നിന്ന് ഒരു ഫലവും ലഭിക്കാത്തതുകൊണ്ട് നിങ്ങൾ ബിസിനസ് കൈവിടുവാൻ പോകുകയാണോ? Today Jesus says, you are mine. ഇന്ന് യേശു പറയുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. I will personally come and lead you. ഞാൻ വ്യക്തിപരമായി നിന്റെ അടുക്കൽ വരും, നിന്നെ നേരിൽ കാണും. Don't worry, my son. എന്റെ മകനെ, നീ വിഷമിക്കേണ്ട. My daughter, എന്റെ മകളെ, I have a future for you. ഞാൻ നിനക്ക് വേണ്ടി ഒരു ഭാവി ജീവിതം ഒരുക്കി വെച്ചിട്ടുണ്ട്. A new thing. ഒരു പുതിയ കാര്യം.
I am doing a new thing. ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു. So don't be worried. അതുകൊണ്ട് എൻ്റെ മക്കളെ, നിങ്ങൾ വിഷമിക്കേണ്ട.